ഹലോ മൈ ഗൈസ്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഈസ്റ്റർ അല്ലേ, അപ്പം ഈസ്റ്റർ. അപ്പം ഇന്ന് എന്താ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ, പുറത്ത് ഈസ്റ്റർ ലഞ്ച് കഴിക്കാൻ പോവാ. അമ്മ വരാം എന്നായിരുന്നു രാവിലെ പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ യൂബർ വിടാന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുക. യൂബർ വരുമ്പോഴത്തേക്ക് പോവും, എന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. അവർക്ക് രണ്ടുപേർക്കും ഞാൻ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവർ റോഡിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ വീഡിയോ പിടിച്ച് റിച്ചുൻ എന്തോ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. വന്നപ്പോൾ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നതാണ്ട്. ഇതാണ് ആദ്യം തന്നത്. ഇത് വെൽക്കം ഡ്രിങ്ക് ആയിരുന്നെങ്കിലും പക്ഷേ മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, എൻ്റെ ദിച്ചു എന്താ ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ലഞ്ച് കഴിക്കാൻ വന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നപ്പോഴത്തേന് ഇവർ എന്നെക്കാട്ടി മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഹോട്ടലിനകത്ത് കയറിയിരിക്കുമായിരുന്നേ, ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ കുറേ സമയം അവിടെ അങ്ങ് പോയി, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ചേച്ചി വഴക്ക് പറഞ്ഞു അനിയത്തിനെ, അതുകൊണ്ടാണ് എൻ്റെ തെച്ചു ഇങ്ങനെ പ്ലിങ് ആയിട്ടിരിക്കുന്നത്. സാരമില്ലാന്നേ, വിട്, ചില്ലാവുന്നേ. വിടുന്നില്ല ഗൈസ്, വിഷമിച്ചിരിക്കുക. തെച്ചു ഭയങ്കര ഇമോഷണലി പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരാളാണ്. ചെറിയ കാര്യമൊക്കെ മതി തെച്ചു വിഷമിച്ചിരിക്കുക. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് മുന്തസയിലുള്ളതാണ് വന്നേക്കുന്നത്. ആള് കുറവാണ് ഈസ്റ്ററായിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അവൻ്റെ നീ ഈസ്റ്റർ ലഞ്ച് കഴിച്ചിട്ടുണ്ടോ? ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാൻ 1-2 വട്ടമൊക്കെ കഴിച്ചിട്ടുണ്ട്. പഴയ ഓഫീസിൽ മറ്റേ ജോർജ് സാറും ഷെൽവൻ സാറൊക്കെ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവർ ഈസ്റ്റർ ലഞ്ചൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ടോ ഈസ്റ്റർ ലഞ്ച്? ഇല്ല, ഈസ്റ്റർ ലഞ്ച് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടി ട്രൈ ചെയ്യാം. ഓക്കെ. ഈസ്റ്റർ ലഞ്ച് വിത്ത് ദച്ചു. ഇത്രയും വിഭവങ്ങളുണ്ട്, ഇനിയുണ്ട് വരാനായിട്ട്. ഇപ്പം ഇത്ര ഫസ്റ്റ് സെറ്റ് ഇത്രയാണ് വന്നത്. അവന്തിയുടെ ഈസ്റ്റർ ലഞ്ച് വിത്ത് അവന്തി. അവന്തി ഇവിടെ ഭയങ്കര വീഡിയോ പിടുത്തമാണ് കിട്ടിയത് വെച്ചിട്ട്. അവന്തി ആദ്യമേ കേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. കട്ട്ലറ്റും മറ്റേ എന്തോ ഉള്ളിയും കൂടിയാണ് കഴിക്കേണ്ടത്. ട്രൈ ചെയ്യാം. അമ്മയുടെ ഓർഡർ തെറ്റി. ഗൈസ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു മൈക്കേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് പ്രകാരം അവൾ ആദ്യം കട്ട്ലറ്റും ഉള്ളിയും കൂടി കഴിക്കുകയാണ്. എനിക്ക് പണ്ട് അവർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. കൊള്ളാം, വെരി ഗുഡ്. അതെന്ത്, അത് കുറേ സാധനങ്ങളുണ്ട്, എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പോൾ ചിക്കനും മട്ടനും ബീഫും താറാവും ഒക്കെയാണ്. എല്ല് മാത്രം. ഒന്നേക്ക് ചോറിട്ടോ. തെച്ചു വിത്ത് ഈസ്റ്റർ ലഞ്ച്. തെച്ചുനും ചോറൊക്കെ വെച്ച് തെച്ചു ഇങ്ങനെ ചിക്കനൊക്കെ കടിച്ചു പറിക്കുക. ഈസ്റ്റർ ലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ എന്തൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ കഴിക്കുന്നത്. കൊള്ളാം. ഏത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നാലും ഒരു സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വെച്ചൂടെ പൊളിക്കും ഇന്ന് ഈസ്റ്റർ ലഞ്ച് കഴിച്ചിട്ട്.
ഈ അവന്തികയുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ആക്ച്വലി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് 2-3 സാധനങ്ങൾ മിസ്സായപ്പോഴത്തേനും ഞാനത് ജസ്റ്റ് ഒന്ന് റിസപ്ഷനിൽ ഇൻഫോം ചെയ്തായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു പാക്കറ്റ് കംപ്ലീറ്റ്ലി തന്നു. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി കേട്ടോ ഗൈസ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ യൂബറിനകത്ത് കയറിപ്പോയി. ഞാൻ ഓടിപ്പോവാണ് എൻ്റെ ഓഫീസിലോട്ട്. അവന്തികയുടെ ബ്രേസ്ലെറ്റ് കട്ട് ചെയ്യാൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അവരെന്നാണ് ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്നപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ബ്രേസ്ലെറ്റ് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഗോൾഡിൻ്റെ കംപ്ലീറ്റ് ഷോറൂമുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത്, വത്താൻ സെൻറ്റർ. അപ്പം നമുക്ക് പോയി വാങ്ങിയാലോ. അപ്പം ബ്രേസ്ലെറ്റ് എൻ്റെ അടുത്ത് കൊണ്ട് തന്നപ്പോൾ അവർ ഞാൻ എടുത്തൊക്കെ നോക്കുകയാണ്. അപ്പം കുറച്ച് കട്ട് ചെയ്ത ഭാഗം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം അത് ഞാനിങ്ങനെ തിരിച്ച് വാങ്ങിച്ചു. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ ബാങ്കിലൊക്കെ എടുത്തു. അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ അവന്തികയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാടെ, അറിയാം ഓൾറെഡി. നമുക്ക് ആദ്യം അങ്ങോട്ട് കൊടുക്കുന്ന എക്സ്പ്രഷൻ കാണാം. ഓക്കെ, അപ്പം നമ്മുടെ അവന്തിക കുട്ടി ബ്രേസ്ലെറ്റ് പൊട്ടിക്കുകയാണ് ഗൈസ്. ഒന്ന് തിരിച്ച് കാണിക്ക്, താഴെ ഞാൻ ഒന്ന് കാണിക്ക്. ഇതാണ് അവന്തിക കുട്ടിയേക്ക് മേടിച്ച ബ്രേസ്ലെറ്റ്. അപ്പം അവന്തികയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഇടാൻ പോവുക അവൾ. തെച്ചു വന്ന് ഇട്ട് കൊടുക്കുക. തെച്ചു പോയേ, അല്ലെങ്കിൽ തെച്ചു ഇത് വന്ന് പിടിക്കേ. പിടിച്ചു. എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ, കുറേ നാൾ കൊണ്ട് അങ്ങ് ആഗ്രഹമായിരുന്നു ഒരു ബ്രേസ്ലെറ്റ് വേണമെന്ന്. അങ്ങനെ ബ്രേസ്ലെറ്റ് എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, അതും കൂടെ കാണിയില്ലേ. ഞാൻ കുറേ ബാങ്കിൾ അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏത് ബാങ്കിളാണ് സെലക്ട് ചെയ്തത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ബാങ്കിളായിരിക്കും? എന്തായാലും ഞാൻ കാണിച്ച ബാങ്കിളല്ല ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറൊരു ബാങ്കിളാണ് സെലക്ട് ചെയ്തത്. കാണിയില്ലേ അധികം? ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തൊരു ബാങ്കിളാണ്. അപ്പം കനമില്ല, അതെ, കാണുമ്പോൾ കനമില്ല, പക്ഷെ നല്ല ഇതുണ്ട്, കട്ടിയുണ്ട് വളയ്ക്ക്. പക്ഷേ ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവത്തില്ല. ഒരു 2-3-4 എണ്ണമൊക്കെ ഇട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ 2-3-4 എണ്ണമൊക്കെ ആയിട്ട് പിറകാലെ വാങ്ങിച്ചൊരു 2-3-4 എണ്ണമൊക്കെ ആക്കി നമ്മളിടുന്നതായിരിക്കും. അങ്ങനെ ഇതാണ് രണ്ടാമത് മേടിച്ച വള. അപ്പം ഇന്നത്തെ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പം പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പം ബൈ.